ഇപ്പം റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഒരു ഇരട്ടത്താപ്പാണല്ലോ ട്രംപ് കാണിക്കുന്നത്. ഇന്ത്യ വാങ്ങരുതെന്ന് പറയുന്നത്, എന്നാൽ ഹംഗറി വാങ്ങിച്ചോട്ടെ. അദ്ദേഹം പറയുന്ന ചില കാരണങ്ങളുണ്ട്, അവർക്കത് മാത്രമേ ഉള്ളൂ ഒരു ആശ്രയം. ഇന്ത്യക്കാണെങ്കിൽ എത്രയോ പേര് എണ്ണ നൽകാനുണ്ട്, ഞങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ അടച്ചുപൂട്ടലിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങ് വഷളാവുകയുമാണല്ലോ. ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുന്നു, ലക്ഷക്കണക്കിന് യാത്രക്കാർ പ്രശ്നത്തിലാവുന്നു. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഇപ്പോ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഈ ഇരട്ടത്താപ്പ് പൊതു സ്വഭാവമാണ്. ഇന്ത്യക്കെതിരെ ഘോരഘോരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, ഇന്ത്യ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയും മാത്രമല്ല 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതുവരെ അത് പിൻവലിച്ചിട്ടില്ല. പക്ഷേ വൈറ്റ് ഹൗസിലെത്തി തന്നെ കണ്ട ഹംഗറിയുടെ പ്രസിഡന്റ് വിക്ടർ ഓർബനുമായിട്ട് അദ്ദേഹം നടത്തിയ ചർച്ചകളിൽ ഹംഗറിക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ ഒരു തരത്തിലും തീരുവ ഏർപ്പെടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു വർഷത്തേക്ക് ഫ്രീ അൺലിമിറ്റഡ് ആയിട്ട് എണ്ണ വാങ്ങാനായിട്ടുള്ള അനുമതി നൽകുകയും ചെയ്തു. അപ്പോൾ ഒരേ ഭാഗത്ത് ഹംഗറിയെ സൂചിപ്പിക്കുന്നു. ഹംഗറിയുടെ വിക്ടർ ഓർബനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം വലിയ രീതിയിൽ നല്ല മഹാനായ നേതാവാണ്. യൂറോപ്യൻ നേതാക്കളെ പോലെയല്ല. യൂറോപ്യൻ നേതാക്കൾ റഷ്യയുമായിട്ട് ഉക്രൈൻ യുദ്ധമൊക്കെ കത്തിപ്പിടിപ്പിക്കുമ്പോൾ അത് തീർക്കാനുള്ള ശ്രമമാണ് വിക്ടർ ഓർബൻ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ത്യയോട് ഒരു നയം, ഇന്ത്യയോട് ഇറക്കുമതി തീരുവ, റഷ്യൻ എണ്ണ വാങ്ങാൻ പാടില്ലെന്ന് പറയുന്നു. പക്ഷേ റഷ്യൻ എണ്ണ വാങ്ങാൻ ഹംഗറി അനുവദിക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ട്രംപിൻ്റെ രാജ്യത്ത് അമേരിക്കയിൽ വല്ലാത്ത പ്രതിസന്ധിയാണ്. അടച്ചുപൂട്ടൽ തുടങ്ങിയിട്ട് 37-38 ദിവസമായി. ഒരു തരത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെന്ന് മാത്രമല്ല, ഈ മണിക്കൂറുകളിൽ 1000 വിമാന സർവീസുകൾ റദ്ദാക്കി, 5000 വിമാന സർവീസുകൾ വളരെ വൈകിയാണ് പുറപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ ഇപ്പോൾ 4% വിമാനങ്ങളാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 10% വർദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ 10,000-ഓളം വിമാനങ്ങൾ റദ്ദാക്കിയാലും അത്ഭുതമില്ല. ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അമേരിക്കയിൽ എല്ലാത്തരം വിലക്കയറ്റം അതീവ രൂക്ഷമായിരിക്കുന്നു. ട്രംപിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. ഡെമോക്രാറ്റുകൾ ഇലക്ഷനിൽ ജയിക്കുന്ന തരത്തിൽ വരെ മംതാനി അടക്കമുള്ളവരൊക്കെ വൻ വിജയം നേടിയതിൻ്റെ പിറകിൽ ഈ ട്രംപിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള പോളിസികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഉള്ളത്, അവിടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ G20 രാഷ്ട്രങ്ങൾ ഇതിൽ JD വാൻസ് വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അവിടുത്തെ വെളുത്ത വംശജരായിട്ടുള്ള കർഷകരെ അപമാനിച്ചു എന്ന പേരിൽ ട്രംപ് ഇടപെട്ട് ആ യാത്ര മുടക്കിയിരിക്കുകയാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 നാഷൻ സമ്മേളനത്തിൽ അമേരിക്ക പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച് ബ്രസീലിൽ നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ അമേരിക്ക പങ്കെടുക്കില്ലെന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് ഈ മറ്റേ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തിരിച്ചുള്ളൊരു നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രവിത. സാറേ, ഈ ട്രംപിനെതിരായ പ്രതിഷേധം പോലെ പ്രവിതയുടെ പേര് മാറ്റി പറഞ്ഞതിന് കമന്റ് ബോക്സിലും സമാനമായ ഒരു പ്രതിഷേധം അല്ല, ഒരു സംശയം. മിനി ബാബു പറയുന്നുണ്ട്, ജെയിംസ് സാറിന് ഹാഷ്മി എന്തോ പണം കൊടുക്കാനുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും ഹാഷ്മിയുടെ പേര് ഓർമ്മ. അങ്ങനെ വല്ലതുണ്ടോ? ഹാഷ്മി അങ്ങനെ പണം കൊടുക്കാനൊന്നുമില്ല. ഹാഷ്മിയൊക്കെ വളരെ സത്യസന്ധനായിട്ടുള്ള ആളാണ്. അങ്ങനെ കടം വാങ്ങിക്കോ ഇതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഇതിൽ ജീവിക്കുന്നതാണ്. പിന്നെ ഹൃദയപരമായിട്ട് എനിക്ക് ഹാഷ്മിയോട് നല്ല അടുപ്പമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അറിയാതെ വന്നു പോയതായിരിക്കും. അതുകൊണ്ട് ഈ പണസംബന്ധമായ ബന്ധമല്ല, ഹൃദയപരമായ ബന്ധമാണ് ഹാഷ്മിയായിട്ട് എനിക്കുള്ളത്. അവിടെ തെറ്റിദ്ധരിക്കേണ്ട മിനി ബാബു. ഓക്കെ, എന്താണെങ്കിലും കൊള്ളാം. നല്ലൊരു ചിരി പടർത്തിയ ഒരു വിദേശ വാർത്താ സെഗ്മെന്റ് ആയിരുന്നു. താങ്ക് യു പി ജെയിംസ് സർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.